സൂര്യ ചിത്രത്തിൽ അജു വർഗീസും അജുവിന്റെ രണ്ടാമത്തെ തമിഴ് ചിത്രം. സൂര്യ നായകനായി നടൻ RJ ബാലാജി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അജു വർഗീസും. ചിത്രത്തിൽ പ്രധാന വേഷത്തിലാണ് അജു വർഗീസ് എത്തുന്നത്. മലയാളി താരങ്ങളായ ഇന്ദ്രൻസ്, സാസിക, ശിവദ, അനഘ രവി തുടങ്ങിയവരുമുണ്ട്. സൂര്യയുടെ കരിയറിലെ 45ാമത് ചിത്രത്തിൽ തൃഷയാണ് നായിക. LKG, മൂക്കുത്തിയമ്മൻ തുടങ്ങിയ ചിത്രങ്ങൾക്ക് ശേഷം RJ ബാലാജി സംവിധാനം ചെയ്യുന്ന ചിത്രം ഡ്രീം വാലി പിക്ചേഴ്സിന്റെ ബാനറിൽ SR പ്രകാശ് ബാബു, SR പ്രഭു എന്നിവർ ചേർന്നാണ് നിർമ്മാണം. AR റഹ്മാനാണ് സംഗീത സംവിധാനം. ആയുധെഴുത്ത്, സില്ലിനൊരു കാതൽ, 24 എന്നീ സൂര്യ ചിത്രങ്ങൾക്ക് AR റഹ്മാൻ സംഗീതം ഒരുക്കിയിട്ടുണ്ട്. അതേസമയം റിലീസിനൊരുങ്ങുന്ന മൂൺവാക്കാണ് അജു വർഗീസിലെ ആദ്യ തമിഴ് ചിത്രം. പ്രഭുദേവ, അർജുൻ അശോകൻ എന്നിവരും പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം നവാഗതനായ മനോജ് NS സംവിധാനം ചെയ്യുന്നു. യോഗി ബാബുവാണ് മറ്റൊരു പ്രധാന താരം. AR റഹ്മാൻ സംഗീത സംവിധാനം ഒരുക്കുന്നു. 25 വർഷത്തിനു ശേഷം AR റഹ്മാനും പ്രഭുദേവയും ഒരുമിക്കുന്നു എന്നതാണ് പ്രത്യേകത. ഛായാഗ്രഹണം അനൂപ് VS. അപർണ വിനോദ് വിവാഹമോചിതയായി. ചലച്ചിത്ര നടി അപർണ വിനോദ് വിവാഹമോചിതയായി. 2023 ഫെബ്രുവരിയിലായിരുന്നു കോഴിക്കോട് സ്വദേശിയായ റിനി രാജുവുമായുള്ള അപർണയുടെ വിവാഹം. കൃത്യം 2 വർഷം പൂർത്തിയാകുമ്പോഴാണ് വിവാഹമോചനം സ്ഥിരീകരിച്ച് അപർണ രംഗത്ത് വരുന്നത്. ജീവിതത്തിലെ വലിയൊരു മാറ്റത്തിന്റെ കാലഘട്ടത്തിലൂടെ ഞാൻ കടന്നുപോകുന്ന കാര്യം നിങ്ങളെ അറിയിക്കുകയാണ്. വളരെയധികം ആലോചിച്ച ശേഷം എന്റെ വിവാഹബന്ധം അവസാനിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഇത് എളുപ്പമുള്ള തെരഞ്ഞെടുപ്പായിരുന്നില്ല. പക്ഷേ മുന്നോട്ട് വളരാനും എന്നിലെ മുറിവുകൾ സുഖപ്പെടാനും ഇത് ശരിയായ ഒന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ വിവാഹ ജീവിതത്തെ തന്നെ വൈകാര്യമായ തളർച്ചയ്ക്ക് വഴിവെക്കുന്നു. ഏറെ ബുദ്ധിമുട്ടേറിയ ഒരു ഘട്ടമായിരുന്നു. അതിനാൽ ജീവിതത്തിൽ ഇനി മുന്നോട്ട് പോകുന്നതിനായി ഞാൻ ആ അധ്യായം അടച്ചു. ഈ സമയത്ത് എനിക്ക് ലഭിച്ച സ്നേഹത്തിനും പിന്തുണയ്ക്കും ഞാൻ നന്ദിയുള്ളവളാണ്. ഇനി മുമ്പോട്ടുള്ള യാത്ര പ്രതീക്ഷയോടെയും പോസിറ്റീവോടെയും സ്വീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപർണയുടെ വാക്കുകൾ. 2015 റിലീസ് ചെയ്ത ഞാൻ നിന്നോട് കൂടെയാണ് എന്ന ചിത്രത്തിലൂടെയാണ് അപർണ വിനോദ് അഭിനയ രംഗത്തെത്തുന്നത്. ആസിഫ് അലി ചിത്രം കോഹിനൂറിലൂടെയാണ് ആദ്യമായി നായികയാവുന്നത്.